ഗുരുക്കളെ നിങ്ങളാ കീ അവിടെ വെക്കി. നിങ്ങളാ കീ താഴ്ത്തി വെക്കിന്ന് മോത്തേക്ക് നോക്കി. കിഴി താഴ്ത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ മാറുമോ? അതുകൊണ്ടല്ല, ഞമ്മക്ക് ഈ ശമ്പളങ്ങൾ എന്ന് തരും. ഈ ഒരു മാസം കൂടെ കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇതാണ് നിങ്ങൾ എല്ലാ മാസവും പറയണത്. കഴിഞ്ഞ 4 മാസമായിട്ട് നിങ്ങൾ ഇതാ പറയണത്. ഈ മാസം അങ്ങനെ പറഞ്ഞാൽ നടക്കൂല ഗുരുക്കളെ. വീട്ടിലൊക്കെ ആവശ്യങ്ങൾ നടക്കണ്ടേ? അവിടെ മക്കൾക്ക് സൂക്കടാണ്. റേഷൻ പീടിയെ പോയിട്ട് റേഷൻ പേടിക്കും. ഇതിനൊക്കെ കായ് വേണോ? എന്തെത്താ നമ്മൾ കാട്ടുക? ഇപ്പോഴത്തെ ഈ താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് മാറ്റാൻ വേണമെങ്കിൽ ഗുരുക്കളെ സഹായിക്കാം. അത് മതി. ഏതായാലും കർക്കിടക മാസമാണ്. ഒരു 10 കർക്കിടക കഞ്ഞിയുടെ കിറ്റ് എടുത്തിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് അയച്ചു കൊടുക്കും. കഞ്ഞി കുടിക്കണം. ഏത് ഇവിടുത്തെ കർക്കിടക കഞ്ഞിന്റെ പാക്കറ്റോ? പെരയിലേക്കോ? ഗുരുക്കളാന്ന് ഞാൻ നോക്കൂലട്ടോ, ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ തവണ നമ്മുടെ കർക്കിടക കഞ്ഞി കുടിച്ചവരെല്ലാവരും വയറിളകി. ഭയങ്കര ചീത്തപ്പേരുണ്ട് നാട്ടിലെ. അതിന് വേറെ കാരണമുണ്ട്. എന്താണ്? സാധാരണ കർക്കിടകത്തില് ചെറിയൊരു ചന്നം പിന്നെ മഴ ഉണ്ടാവുക. ആ മഴയത്ത് ആളുകൾക്ക് തോന്നും ഒന്ന് പോയി ഒഴിഞ്ഞു കളയാൻ എന്ന് തോന്നും. അപ്പോൾ ഇറങ്ങി വരും. അങ്ങനെയാണ് നമുക്ക് ട്രീറ്റ്മെന്റ് കൂടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവസ്ഥ എന്താ? ഈ വർഷം മഴ ഇങ്ങോട്ട് പെയ്യല്ലേ, ആകെ കുത്തി ഒലിച്ചിങ്ങോട്ട് വരികയാണ് വെള്ളം. തോടും പോയി നീർച്ചാലൊക്കെ അടച്ചില്ലേ, പിന്നെ വെള്ളം കുത്തി ഒഴുകാണ്ടെക്കുവോ? അത്രേ ഉള്ളൂ കാര്യം. ഇപ്പൊ ഇതിന് കാര്യം മനസ്സിലായില്ലേ? ഇതിനിപ്പോ കാര്യം മനസ്സിലായല്ലോ. അതന്നെ. ഈ കർക്കിടക കഞ്ഞിയും വെള്ളം ഒഴുകണം തമ്മിൽ എന്താ ബന്ധമെന്നേ? അപ്പൊ ശമ്പളം ഇപ്പൊ കിട്ടുന്നേ. പിന്നെ അത് ചോദിക്കണത് എന്തിനാണ്? ഏതെങ്കിലും ഒരു ബീച്ചിൽ ചെന്ന് 2 സായിപ്പിനെ പിടിച്ചിട്ടേ 2 തിരുമിതിരുമിയാ ഞങ്ങൾക്കുള്ള പുത്തം കിട്ടും. പക്ഷെ നമ്മുടെ ഈ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു പെരുമല്ലേ. കാര്യം അരി മേടിക്കണ്ടേ? അതെ. പിന്നെ പറയിപ്പിക്കല്ലേ എന്തെങ്കിലും പ്രതീക്ഷകൾ. ഞാനാണ് നമസ്കാരം. എന്താ ഒഴിച്ചിലാണോ പിഴിച്ചിലാണോ? അല്ല, ഞങ്ങള് മൊത്തത്തിലൊരു പരിശോധനയ്ക്ക് വന്നതാണ്. ആയിക്കോട്ടെ, പരിശോധിക്കാം. ഒരു കാര്യം ചെയ്യും. അപ്പോൾ ആദ്യം അവിടെ റിസപ്ഷനിൽ പോയിട്ട് പേരും അഡ്രസ്സൊക്കെ ഒന്ന് എഴുതി കളിക്കും. ഒന്ന് ചെല്ലു കാണിച്ചു. അതെ, ഞങ്ങള് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. എവിടത്തെ അല്ല, വേണ്ട ഞാൻ നിന്നോളാം. ഇത് എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്? കുറച്ചായി. ഞാൻ ചോദിച്ചത്, ഈ ശ്രീധരൻ ഗുരുക്കൾ എന്ന് പറഞ്ഞത് ആരാ? അച്ഛനാണ്. നിങ്ങളുടെ അച്ഛനല്ലേ? അതെ. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞ അച്ഛൻ്റെ കാര്യമല്ല, അത് എനിക്കറിയാം. കുറച്ച് കാലമായിട്ട് പാരമ്പര്യ ചികിത്സാ രീതി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ട്. എന്താ പറയണേ? ഉണ്ടെന്നില്ലാന്നോ? ഇല്ല സാറേ, കുരുക്കളുടെ കണ്ണടയും മാലയും മോതിരം ഒക്കെ അച്ഛൻ്റെ തന്നെ. എൻ്റെ ഒരു പാരിജാതൻ കിഴിച്ചിലാണ്. ഒഴിച്ചിലാണ്. ഇയാളോ? ഞാനും ഒഴിച്ചിലാ. മൊയ്തു ഒഴിച്ചിലാണ്. അപ്പൊ ഇവിടെ ഒഴിച്ചിലൊക്കെ ഉണ്ട്. ഇയാൾ എവിടുന്ന ഒഴിച്ചിൽ പഠിച്ച്? ഞാൻ ബാപ്പയിലിരുന്ന്. ബാപ്പ ഒഴിച്ചിലായിരുന്നു. ബാപ്പ ഇറച്ചി വെട്ടാ. നിങ്ങൾ ഒഴിച്ചിൽ പഠിക്കണം? അല്ല, ബാപ്പ അങ്ങനെ കുറെ നേരം നിന്ന് ഇറച്ചി വെട്ടുമ്പോഴേ കാലിന് വേദന വരാം. അങ്ങനെ ബാപ്പ അങ്ങനെ ഇന്ന് കണ്ടു പഠിച്ചാ. ഇയാൾ എവിടുന്ന പഠിച്ച്? ഞാൻ കോളത്തുനിന്ന്. അവിടെ ഒഴിച്ചിലായിരുന്നാണ്. ഒഴിച്ചിലായിരുന്നല്ല, അവിടെ സായിപ്പന്മാർ ഒഴിയണ ഞാൻ നോക്കിയെന്ന് പഠിച്ചത്. അങ്ങനെ പഠിച്ചാ? വായ നോക്കിന്ന് പഠിച്ചാണ്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല? കുരുക്കളല്ലേ? ഇല്ലേ? ഇല്ല. അതെ, ഇവിടെ ഈ കിടത്തി ചികിത്സ ഉണ്ടോ? ഇല്ല. ഉണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറ. കിടത്തി ചികിത്സ ഉണ്ട് സാറേ. ഇവർക്ക് കിടത്തി ചികിത്സ എന്താന്ന് പറഞ്ഞാൽ അറിയില്ല. അതാണ്. ഇപ്പൊ ഇവിടെ കർക്കിടകത്തിൽ ഒഴിയാൻ വരുന്ന ആളുകളെ നമ്മൾ കിടത്തിയിട്ട് ഒഴിയണം. അത് കിടത്തി ചികിത്സ എന്ന് വിചാരിച്ചിരിക്കവര്. അപ്പൊ ഞങ്ങളിപ്പോ പുറത്തൊരു 4 വിദേശികളെ കണ്ടല്ലോ, അവരിവിടെ കിടത്തി ചികിത്സക്ക് വന്നാണ് പറഞ്ഞത്. അതെ. അയ്യോ സാറേ, കുരുക്കൾ അവരോട് പറഞ്ഞാണ് ഇരുന്ന് ചികിത്സിച്ചാൽ മതി. ഇവര് പറഞ്ഞാൽ കേൾക്കൂല, കിടക്കും. ഇതെന്താ? അത് കീയ പോയി കീ. ഇതിപ്പോ നമ്മൾ ഒഴിച്ചിലുള്ളതാണ്. ഇത് എണ്ണയിൽ മുക്കിയിട്ട് അങ്ങോട്ട് ഒഴിയ, എണ്ണയിൽ മുക്കിയിട്ട് അങ്ങോട്ട് പിഴിയ. ഇങ്ങനെയുള്ളത് ഒഴി, ഇങ്ങനെയുള്ളത് കിഴി. മറിമായം.